കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഴൽമന്നം ബ്ലോക്ക് സമ്മേളനം പുത്തനൂർ ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. 2024 ജൂലൈ മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണത്തിന്റെ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 11ാം ശമ്പള പരിഷ്കരണ ശുപാർശയനുസരിച്ച പെൻഷൻ പരിഷ്കരണത്തിലൂടെ ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങളുടെയും അനുവദിക്കപ്പെട്ട ക്ഷാമാശ്വാസ ഗഡുക്കളുടെയും കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെടുകയുണ്ടായി. കുഴൽമന്നം കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാധാദേവി മുഖ്യപ്രഭാഷണം നടത്തി. കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നത് 2013 ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തു. 2013 ഏപ്രിൽ 1 ശേഷം ചേർന്നവർ പുതിയ പെൻഷൻ സ്കീമിൽ ചേർന്നവർ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ 1,65,000-ത്തിലധികം പേർ കേരള ഗവൺമെൻറ്റിൻ്റെ സർവീസിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരോരോരുത്തരായി റിട്ടയർ ചെയ്ത് വരാൻ തുടങ്ങിയാൽ അവർക്കൊരു ചെറിയ ഭൂരിപക്ഷം വേണ്ട, അവർ ഭൂരിപക്ഷം ഒന്നാവണ്ട, അവരൊരു 30% തന്നെ ഈ KSSPU എന്ന ഈ സംഘടന ഇതുപോലെ ഉണ്ടാവും. നമ്മൾ കുറച്ച് പേർ ചെന്നിട്ട് സമരം നടത്തിയാൽ എന്തായിരിക്കും ഫലം? സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘടിച്ച് ശക്തരാവുക തന്നെയാണ്. സംഘടിക്കൽ തന്നെയാണ്. ആ സംഘടിച്ചൊരു മുന്നേറ്റം നടത്തുമ്പോൾ ആ മുന്നേറ്റത്തിൽ ശുഷ്കമായി പോയാൽ 5-6 ആളുകൾ മാത്രമായിപ്പോയാൽ അതിന് മുന്നേറ്റം എന്ന് പറയാൻ പറ്റും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PT സഹദേവൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് R രാമകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം M രാമകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി VS സുരേന്ദ്രനാഥൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് ഖജാൻജി K സുരേഷ് കുമാർ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി P സരോജിനി പ്രസംഗിച്ചു. 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെയും അക്കാദമിക മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു.